Good evening, Mrs. Prabha Narendran. Sagar alias Jackie. ഇനി ഞാൻ വരും. பட்டணம் போட்டி கட்டணம் சொன்ன வாடா எங்க கட்டட சிங்க கட்டட சும்மா இருடா ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய തെരുവും ജാപ്പാ. കൂടുതൽ അടുപ്പം മോഹൻലാൽ എന്നുള്ള വ്യക്തിയുമായിട്ടാണ്. ആ വ്യക്തിയുമായിട്ടുള്ള അടുപ്പമാണ് അങ്ങനത്തെ സിനിമകൾ എടുക്കാൻ എനിക്ക് തോന്നുന്നത്. അതായത് മോഹൻലാലിൻ്റെ കരിയർ തുടങ്ങിയത് ഒരു വില്ലനായിട്ടൊക്കെയാണ്. പക്ഷെ ആ സമയത്തും അടുത്തറിയുന്നൊരു കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് അറിയാവുന്നൊരു കാര്യം ഇതല്ല മോഹൻലാൽ ചെയ്യേണ്ടതെന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് അങ്ങനെയുള്ള റോളുകൾ കിട്ടുന്നത് തന്നെ സിനിമയിൽ മുഖം തെളിഞ്ഞ് കണ്ടു തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായ കാര്യമായിട്ട് ഉള്ളൊരു സമയമായിരുന്നുകൊണ്ടില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആദ്യമായിട്ട്, അതായത് ലാല് ഞാൻ ഡയറക്ടർ ആവുന്നതിന് മുൻപ് എഴുതിയ സിനിമയാണ് എങ്ങനെ നീ മറക്കും. എങ്ങനെ നീ മറക്കും എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് മോഹൻലാൽ ഹ്യൂമർ ചെയ്തത്. അപ്പം അത് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ആൾക്കാർ. അതേ സമയത്ത് വന്നൊരു വേറൊരു സിനിമയാണ് എൻ്റെ മോഹങ്ങൾ പോണിഞ്ഞു. ഈ രണ്ട് സിനിമയിലും മോഹൻലാലിനെ അതുവരെ കാണാത്തൊരു മോഹൻലാലിനെ കണ്ടു. ബെറ്റർ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് പ്രിയന്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്കും അതാണ് ഒരു ചലഞ്ചിങ് റോൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വാക്കാണ്. പ്രിയൻ എന്ന് പറയുന്ന ഒരുപാട് അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയ ആളാണ്. അദ്ദേഹം മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയി, തെലുങ്കിൽ പോയി, ഹിന്ദിയിൽ പോയി. ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ പ്രിയനെ ഒരു 3-4 സിനിമകൾ ചെയ്ത ഏറ്റവും കൂടുതൽ ഹിന്ദി സിനിമ ചെയ്ത ഡയറക്ടർ എന്നുള്ള ഇത് വരും. അല്ല അങ്ങനെ പോയാലോ? പോയി നോക്കട്ടെ ശരിയാവുമെന്ന്. അവിടെ നിൽക്കണ കള്ള. എന്താ വിളിച്ചേ? കള്ളാന്ന്. കള്ളാന്ന്. അതെ, കള്ളം തന്നെ. മോഷ്ടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. സാറിന്റെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പിടിച്ചു വാങ്ങിക്കും. ഒരു പിന്നെ ഇല്ല. അതെ, എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്. സാറിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് താ. ഇല്ലെങ്കിൽ ഉള്ള സ്ഥലം പറഞ്ഞാ ഞാൻ പോയി മോഷ്ടിച്ചോളാം. ഇനി അഥവാ ആരെങ്കിലും കൊന്നിട്ട് കിട്ടുമെങ്കിൽ അത് പറഞ്ഞാ. ഇതൊന്നും പറയാൻ പറ്റൂല്ലെങ്കിൽ മിണ്ടായിരിക്കണം കേട്ടോ. ഞാനെന്നുള്ളൊരു ഡയറക്ടർ ഇല്ലായിരുന്നെങ്കിലും മോഹൻലാൽ ആയേനെ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ മോഹൻലാൽ ഇല്ലെങ്കിൽ ഒരുപക്ഷെ പ്രിയദർശൻ എന്നൊരു ഡയറക്ടർ ഉണ്ടാവില്ലായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലാലിനെ അടുത്തറിയുന്നൊരു സുഹൃത്തെന്നുള്ള രീതിയിൽ ചില പോസിബിലിറ്റീസ് ഞാൻ കണ്ടിരുന്നു ഞാൻ ലാലിനെ വെച്ച സിനിമ എഴുതുമ്പോൾ. രണ്ടാമത്തെ കാര്യം, എനിക്ക് സിനിമ കിട്ടാനുള്ള കാരണം മോഹൻലാലിനുള്ള നടൻ ഡേറ്റ്സുകൾ തന്നുകൊണ്ടാണ്. അപ്പോൾ ഈ 2 രീതിയിലും എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ചാൽ ഒരു വലിയ ഗുണം എന്താ വെച്ചാൽ, ഗുണമോ ദോഷമോ ഇതുവരെ തീർച്ചയില്ല. അതായത് ഇന്നുവരെ ഞാൻ എന്ത് സിനിമയാണ് എടുക്കാൻ പോകണമെന്ന് അതിൻ്റെ കഥ എന്താണെന്നോ ഇന്നുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ അപ്പോഴപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് സിനിമ ചെയ്യുന്നത്. അപ്പം പക്ഷേ എൻ്റെ പുറത്തുള്ളൊരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ തിരിച്ച് കൊടുക്കേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം, ഈ രണ്ടുമാണ് ഞങ്ങളുടെ സിനിമകളെ സക്സസ്ഫുൾ ആക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. പ്രിയൻ ആ ടെക്നോളജിയോടൊപ്പം വളർന്ന ആളാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. ഏറ്റവും പുതിയ ക്യാമറ ഇറങ്ങിയാൽ പിന്നെ പ്രിയൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടികളോ ആൾക്കാരൊക്കെ അവരുടെ ജോലിയിൽ ഏറ്റവും നല്ല ആൾക്കാരാണ്. നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ആളൊന്നുമല്ല. ഒരുപാട് നല്ല സിനിമകൾ, അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിൽ, സിബി, ഭരതേട്ടൻ, IV ശശി, അങ്ങനെയുള്ള ഒരുപാട്, ഹരൻ സാറ്, അങ്ങനെയുള്ള ഒരുപാട് പേരുടെ സിനിമകൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള ഒരു ടോട്ടാലിറ്റിയിലാണ് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ മോഹൻലാലിൻ്റെ ഒരു സൈഡ് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി സൈഡുകളൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള എന്നെക്കാട്ടിലും വലിയ സംവിധായകന്മാരുണ്ട്. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി എന്റെ നിന്റെ ചൊടിയിൽ വിരിയും അലരിനാളികൾ മറുമുകരും. അയ്യട നന്നായിരിക്കുന്നു. മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യങ്ങളും പരസ്പരം പറയുന്ന ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും വിശ്വസിച്ചിരുന്നില്ല.
അതായത് പലപ്പോഴും ഒരു കൂട്ടായ്മ തെറ്റിക്കുന്ന തെറ്റിദ്ധാരണകളും ഈ കുശുമ്പുകളും ഒക്കെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ പരസ്പരം ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് മറ്റുള്ളവർ പറയുന്നതും കുത്തിത്തിരിപ്പിനൊന്നും എന്നെ ഒന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. അതായിരുന്നു ഒരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് ഞാൻ വരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാളെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകില്ലായിരുന്നു. ഒരു മോശം ഒരാളെ സിനിമയിൽ അഭിനയിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ടായാലോ അതിൻ്റെ ക്യാമറ സൈഡായാലോ ഒന്നും. അപ്പോൾ സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. What's going on here? What's this? Did the police forcibly recruit people for the army? Mr. Srikanthan Nair, ഇവിടെയുള്ള ആളുകളെ പട്ടാളത്തിൽ ചേർക്കാൻ വേണ്ടി ബലം പ്രയോഗിച്ച് പിടിച്ചോണ്ട് പോയി. കളവാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ് സത്യം. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ അതിന് സാക്ഷികളാണ്. I'll look into it immediately. Thank you, sir. അരുത്, മാറിക്കേ. സായിപ്പ് ചവിട്ടിക്കയറാനുള്ളതല്ല ഇന്ത്യക്കാരന്റെ നട്ടല്. അടിമപ്പണി രാജഭക്തിയാണെന്ന് പറയുന്ന പ്രമാണിമാരോട് പറയൂ അവിടെ വന്ന് കുഞ്ഞിരിക്കാൻ. What's your problem now? This is an atrocious act. An educated and cultured man like you should not do it. An Indian's back is not a footboard. പലപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്, പല സിനിമകളിലും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അയ്യോ ഇങ്ങനെയാണ് എന്ന് ആയിരുന്നല്ലോ ഞാൻ ആലോചിക്കേണ്ടെന്ന് എന്നെ തോന്നിപ്പിച്ചിട്ടുണ്ട്. അത് പെർഫോമൻസിൽ മാത്രമാണ്, പെർഫോമൻസിൽ ആണ്. പിന്നെ ഇഫ് യു ആസ്ക് മീ, ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യമേ ഞാൻ മോഹൻലാലിനെ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ സ്ക്രീനിൽ. അത് കാലാപ്പാനിയിൽ ജയിലിൽ കാലിൽ അടി കൊണ്ടിട്ട് നടന്നു പോകുന്ന സമയത്തായിരുന്നു. ഒറ്റ ഷോട്ട് മാത്രമേ ലൈഫിൽ ഇന്ന് വരെ മോഹൻലാൽ എന്നുള്ള നടനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുള്ളൂ.